വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രത്യേക ഓശാന തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം. ഈസ്റ്റർ വരെ നീളുന്ന വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമാവുകയാണ്. സജോ ദേവസ്യ സെന്റ് ജോർജ് ചർച്ച് പെരുമാനൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരും. അതുപോലെ അഖിൽ കോട്ടയം പാമ്പാടി ദേറയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ സോളമൻ പാളയം പള്ളിയിലുമുണ്ട്. ആദ്യം സജോ ദേവസ്യയിലേക്കാണ്. സജോ, വിശുദ്ധ വാരത്തിലേക്ക് കടക്കാൻ പോകുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകും, കുരുത്തോല പ്രദർശനം. എന്താണ് സെന്റ് ജോർജ് ചർച്ചിലെ ഒരുക്കങ്ങൾ? പെരുമാനൂരിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സജോ? രജിത്ത്, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആചരണങ്ങളിലേക്ക്, വിശുദ്ധ വാരത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായാണ് ഓശാന ഞായർ ആചരണം. അതിലേറ്റവും പ്രധാനം കുരുത്തോല പ്രദക്ഷിണം അടക്കമുള്ള പ്രത്യേക തിരുക്രമങ്ങളാണ്. ഞാൻ നിൽക്കുന്നത് സെന്റ് ജോർജ് ചർച്ച് പെരുമാനൂരിൻ്റെ ഭാഗമായുള്ള കപ്പേള പള്ളിയിലാണ്. ഇവിടെ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. കുരുത്തോല വെഞ്ചരിപ്പ് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുരുത്തോല പ്രദക്ഷിണവുമായി പള്ളിയിലേക്ക് പോവുകയായിരിക്കും നടക്കുക. അതിനുശേഷം പള്ളികളിൽ പ്രത്യേക തിരുക്രമങ്ങൾ, വിശുദ്ധ കുർബാനയുമാണ് നടക്കുക. അതായത് ഈ ഓശാന ഞായർ ആചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ നോമ്പ് അവസാനിക്കുന്നു. വിശുദ്ധ വാരത്തിൽ വലിയ നോമ്പ് പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു. ഓശാന ഞായർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വരിക. അതായത് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, അതിനുശേഷം ഈസ്റ്റർ. അതായത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. അതായത് ഒലിവിൻ ജില്ലകളുമൊക്കെയായി യേശുക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് ജനം വരവേറ്റതിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഓശാന ആചരണം. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് പീഡാനുഭവ വാരം അല്ലെങ്കിൽ വിശുദ്ധ വാരം, ഹോളി വീക്ക് എന്ന് വിളിക്കുന്ന ആ വീക്കിന് ഇതോടുകൂടി തുടക്കമാവുകയാണ്. സംസ്ഥാനത്ത് വിവിധ ദേവാലയങ്ങളിൽ ഇതിനകം പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് കുരുത്തോല വിതരണം ചെയ്യുകയും അതിനുശേഷം കുരുത്തോല പ്രദക്ഷിണവുമായി പോവുകയും ചെയ്യുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായി നടക്കുക. അതായത് ഇപ്പോൾ പ്രത്യേക തിരുക്രമങ്ങൾ വിവിധ പള്ളികളിൽ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കുർബാനയ്ക്കും അതോടൊപ്പം തന്നെ പ്രത്യേക തിരുക്രമങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതോടൊപ്പം വരാപ്പുഴ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ പള്ളിയിൽ വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അവിടെയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. അങ്ങനെ വിവിധങ്ങളായ എല്ലാ പള്ളികളിലും, വിവിധങ്ങളായ സഭകളുടെ എല്ലാ പള്ളികളിലും സമാനമായ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ കാണാം. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം. വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തുകയും വിശുദ്ധ വാരാചരണത്തിൻ്റെ തുടക്കം ഇടുന്ന ഓശാന ഞായർ തിരുക്രമങ്ങളുടെ ഭാഗമാകുന്നു. കുരുത്തോല പ്രദക്ഷിണം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രൈസ്തവ വിശ്വാസികൾ ആചരിക്കുന്ന പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിൽ, ആചരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ വാരാചരണം എന്നാണ്. ഇതിൻ്റെ ഭാഗമായുള്ള തീർത്ഥാടനം അടക്കമുണ്ട്. മലയാറ്റൂർ അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സമീപത്തേക്കുണ്ട്. അങ്ങോട്ടേക്കടക്കം കുരിശിൻ്റെ വഴിയടക്കമുള്ള പ്രാർത്ഥനകളുമായി വിശ്വാസികൾ പോകുന്നത് ഈ ഓശാന ഞായർ പിന്നിടുന്നതിന് ശേഷമാണ്. പ്രധാനമായും അങ്ങോട്ടേക്കുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റും നടക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനി അങ്ങോട്ടേക്കുള്ള ദിനങ്ങളെല്ലാം, ഈ ഹോളി വീക്ക് മുഴുവൻ എല്ലാ ദിനവും പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും അടക്കമുള്ള പ്രത്യേക തിരുക്രമങ്ങൾ സംസ്ഥാനത്തെയും രാജ്യത്തെയും ലോകമെമ്പാടുമുള്ള എല്ലാ പള്ളികളിലും നടക്കും. അതാണ് ഹോളി വീക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓശാന ഞായർ ആചരണം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെയൊക്കെ ധാരാളം ആളുകൾ അതിന്റെ ഭാഗമാകുന്നു. പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളടക്കം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതെ, പെരുമാനൂർ സെന്റ് ജോർജ് ചർച്ചിൽ നിന്നാണ് സജോ ദേവസ്യ നമുക്കൊപ്പം ചേർത്തത്. ഇനി നമുക്ക് കോട്ടയത്തേക്ക് കൂടി ഒന്ന് പോകാം. അവിടെ പാമ്പാടി ദേറ ചർച്ചിൽ നിന്ന് അഖിൽ കെ നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ, പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളാണ്. ചടങ്ങുകൾക്ക് തുടക്കമായില്ലേ അവിടെ? രജിത്താര്യ, തീർച്ചയായും ഇവിടെയുള്ള ചടങ്ങുകൾക്കും തുടക്കമായിട്ടുണ്ട്. പാമ്പാടി ദേറയിൽ പരമാധ്യക്ഷൻ, ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക തൃതീയൻ ബാവയാണ് ഇവിടുത്തെ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ബാവകൾ കോട്ടയം ജില്ലയിലെ ഇന്ന് രണ്ട് വ്യത്യസ്ത പള്ളികളിൽ ഇത്തരത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. യാക്കോബായ സഭയുടെ ജോസഫ് പ്രധാന ബാവ കോട്ടയം പൊൻപള്ളിയിലാണ് ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ ഒരു വിശുദ്ധ വാരത്തിലേക്ക് കടക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളുള്ളതാണ്. ജെറുസലേമിൽ യേശു കടന്നു വന്ന
തന്നെ കഴുതപ്പുറത്തേറി വന്നതിന്റെ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് ഈ ഓശാന ഞായറിനെ കാണുന്നത്. വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു, പ്രധാനപ്പെട്ട ചടങ്ങുകൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വിവിധ പള്ളികളിലേക്ക് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ വിവിധ പള്ളികളിലേക്ക് പല പള്ളിയിലാണ് ജോസ് കെ മാണി ശുശ്രൂഷകൾക്കും മറ്റു കാര്യങ്ങൾക്കും പങ്കെടുക്കുന്ന മന്ത്രി വി എൻ വാസവൻ അതിരമ്പുഴ പള്ളിയിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ചാണ്ടിയൂമനാണെങ്കിൽ പുതുപ്പള്ളി പള്ളിയിൽ ഈ കോട്ടയത്തെ സംബന്ധിച്ചോളം പ്രധാനമായും ക്രിസ്ത്യൻ പാർട്ടിയിൽ വിടുന്ന സ്ഥാനാർത്ഥികൾ അനവധിയായിട്ടുള്ള ആളുകളുടെ ഒപ്പം തന്നെ അല്ലാത്ത മറ്റു മതസ്ഥരുടെ സ്ഥാനാർത്ഥികളും എല്ലാവരും, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി അവസാനമായി സ്ഥാനാർത്ഥികളൊക്കെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടേക്ക് എത്തുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വിവിധ പള്ളികളിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമായും ഇന്ന് 2 പാവമാരാണ് ഈ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഓശാന ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളിൽ കോട്ടയത്തുള്ളത്. ഒന്ന് കോട്ടയം ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ബസിലിയസ് മാർത്തോമ മാത്യൂസ് കത്തോലിക്ക ബാവ, കോട്ടയത്തെ തൃതീയ കത്തോലിക്ക ബാവ കോട്ടയം പാമ്പാടി ദയറയിലാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. അവിടുത്തെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നതും ഈ പാമ്പാടി ദയറയിൽ തന്നെയാണ്. ഒപ്പം തന്നെ യാക്കോബായ സഭയുടെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊൻപള്ളിയിലാണ് ജോസഫ് പ്രഥമൻ ബാവ ശുശ്രൂഷകൾക്ക് നേതൃത്വമൊക്കെ നൽകുന്നത്. എന്തായാലും എല്ലാവരുടെയും ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. സമയത്തിന്റെ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഈ പ്രദർശനം, കുരുത്തോല പ്രദർശനം അടക്കമുള്ള മറ്റു ചടങ്ങുകളിലേക്കും കടക്കും. രജിത്ത് ആര്യ. ശരി, പാമ്പാടി തേരായിൽ നിന്നുള്ള കാഴ്ചകൾ പങ്കുവെക്കുകയായിരുന്നു അഖില്. ഇനി അരുൺ സോളമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ സോളമൻ പാളയം പള്ളിയിൽ നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുക. അരുൺ സോളമൻ, എന്താണ് പാളയം പള്ളിയിൽ നിന്നുള്ള കാഴ്ചകൾ? അരുൺ സോളമൻ. റീജിത്ത്, ആര്യ, ഇവിടെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് പുലർച്ചെ 5:45 തന്നെ ദിവ്യബലി ആരംഭിച്ചു. ഇപ്പോൾ ഇനി അടുത്ത് നടക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് ഈ കുരുത്തോല വെഞ്ചരിപ്പ്. പ്രത്യേകിച്ചും യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തെ, അത് ഓർമ്മ പുതുക്കലിൻ്റെ ഒരു വാരം കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ കുരുത്തോല വെഞ്ചരിപ്പിന് ശേഷമായിരിക്കും ഈ പ്രദക്ഷിണം ഉണ്ടാവുക. ഇതിനുശേഷം വീണ്ടും ദിവ്യബലി ഉണ്ട്. കുരിശിൻ്റെ വഴി വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് കുരിശിൻ്റെ വഴിയും. വൈകുന്നേരം 7 മണിക്ക് വീണ്ടും ദിവ്യബലിയിലായിരിക്കും അവസാനിക്കുക. പ്രധാനമായി ഈ കർമ്മങ്ങളൊക്കെയും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് കൂടിയായിട്ടുള്ള തോമസ് ജെ നെറ്റോയാണ് ഈ തിരുക്കർമ്മങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ചും ഹോഷാന എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് പിന്നീട് വാമൊഴി വഴക്കത്തിലൂടെ അത് ഓശാന ഞായറായിട്ട് ലോകമെമ്പാടുമുള്ള ഈ ക്രൈസ്തവ സമൂഹം ആചരിച്ചു വരുന്നത്. ഇതിൽ ഏറ്റവും നേരത്തെ സജോ ദേവസ്യക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് പീഡാനുഭവ വാരാചരണത്തിന് കൂടിയാണ് ഇപ്പോൾ ഈ തുടക്കമാകുന്നത്. സംസ്ഥാനത്തെ എല്ലാ ദേവാലയങ്ങളിലും ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസി സമൂഹം ഈ കുരുത്തോല പ്രദർശനത്തിന് ശേഷമായിരിക്കും അടുത്ത് ദിവ്യബലിയിലൊക്കെ കടക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും തൊട്ട് മുന്നോടിയായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ഈ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ഓശാന ഞായർ ഒലിവ് ചില്ലകളും അതുപോലെ തന്നെ കുരുത്തോലയും ഒക്കെ നൽകി യേശുക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് സ്വീകരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആചരിച്ചു വരുന്നത്. ഇവിടെയും തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലും ഇപ്പോൾ ഈ വെഞ്ചരിപ്പ് കർമ്മങ്ങളായിരിക്കും അടുത്ത് നടക്കുക. അതിനുശേഷമായിരിക്കും പ്രദർശനം അടക്കമുള്ള കർമ്മങ്ങളിലേക്ക് നടക്കുക. എന്തായാലും പ്രത്യേക കുർബാനയും പ്രദർശനവും ഇന്നും ഇവിടെയുണ്ട്. നാളെ മുതൽ ബുധൻ വരെ ദിവ്യബലിയാണ്. അതിനുശേഷം പെസഹ വേഴമാണ്. ഈ ഒരാഴ്ച അടക്കം ഈ പെസഹ വേഴവും ദുഃഖവെള്ളിക്കും ശേഷം ശനിയാഴ്ച രാത്രി ഉയിർപ്പ് കർമ്മങ്ങൾക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും. അത് ഞായറാഴ്ച പുലർച്ചയോടുക്ക് ശേഷമായിരിക്കും ഈസ്റ്റർ അടക്കമുള്ള ആഘോഷ ഒരു വാരത്തിലേക്ക് അവസാനിക്കുക. എന്തായാലും മലയാറ്റൂരിനപ്പുറം തെക്കൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തെക്കൻ കുരിശുമല തീർത്ഥാടനങ്ങളൂടി നടന്നു വരികയാണ്. പെസഹ വേഴത്തിന് വീണ്ടും തീർത്ഥാടനം ആരംഭിച്ച് ദുഃഖവെള്ളിക്കായിരിക്കും ഈ തീർത്ഥാടനങ്ങളൊക്കെയും അവസാനിക്കുക. റീജിത്ത്, ആര്യ. ഓക്കെ, അരുൺ സോളമനാണ് പാളയം പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധ വാരാചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലേക്ക് കൂടി കടക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളാണ്.